ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ വലിയ തർക്കവിഷയമായി മാറുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ മുൻപുണ്ടായ സൈനിക സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ സിന്ധു നദീതടത്തിലെ ജലലഭ്യതയെക്കുറിച്ചുള്ള പോര് മുറുകുകയാണ്. വെള്ളത്തിനായുള്ള തർക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ദേശീയ താൽപര്യങ്ങൾക്ക് ഭീഷണിയുണ്ടായാൽ ജലസുരക്ഷയെ മുൻനിർത്തി പാകിസ്ഥാൻ ഒരു യുദ്ധത്തിന് പോലും മടിക്കില്ലെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. തങ്ങളുടെ ദേശീയ സുരക്ഷയുടെ ഭാഗമാണ് വെള്ളമെന്നും ഭീഷണി ഉണ്ടായാൽ ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് തയ്യാറാകുമെന്നും അദ്ദേഹം പ്രാദേശിക മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് പറഞ്ഞത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സൈനിക നടപടി ആവശ്യം ഇല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആണവായുധ ശേഷിയുള്ള രണ്ട് രാജ്യങ്ങളും തമ്മിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് നിർത്തിവച്ച 66 വർഷം പഴക്കമുള്ള സിന്ധു നദീജല കരാർ പാടെ റദ്ദാക്കാനാണ് ഇന്ത്യയുടെ നീക്കം. പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരവാദം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നവരെ ഈ കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലെ വെള്ളം പൂർണ്ണമായും തടയാനുള്ള നടപടികളിലാണ് ഇന്ത്യയെന്ന് ജലശക്തി മന്ത്രി CR പാട്ടീൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. 2028 ജൂണോടെ പാകിസ്ഥാനിലേക്കുള്ള സിന്ധു നദിയുടെ ഒഴുക്ക് പൂർണ്ണമായും തടയാൻ ആകുമെന്ന് ഇന്ത്യയുടെ ജലശക്തി മന്ത്രി സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഖ്വാജ ആസിഫിന്റെ പ്രതികരണമുണ്ടായത്. ഇന്ത്യ ജലലഭ്യത തടസ്സപ്പെടുത്തിയാൽ യുദ്ധം ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. നിലവിൽ കടുത്ത ജലക്ഷാമമാണ് പാകിസ്ഥാൻ നേരിടുന്നത്. ജലം ഒരു പ്രധാന ദേശീയ സുരക്ഷാ വിഷയമാണെന്ന് വിശേഷിപ്പിച്ച ആസിഫ് സിന്ധു നദീതടത്തിലെ ജലലഭ്യതയ്ക്ക് ഗുരുതരമായ ഭീഷണിയുണ്ടെന്ന് തോന്നിയാൽ രൂക്ഷമായി പ്രതികരിക്കാൻ മടിക്കില്ലെന്നാണ് പറയുന്നത്. 2025 ഏപ്രിലിൽ ജമ്മു കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ 1960 സിന്ധു നദീജല കരാർ നിർത്തിവച്ചത്. ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനിലെ പിന്തുണയുള്ള ഭീകരർ ആണെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തിയിരുന്നു. സിന്ധു നദീജല വ്യവസ്ഥയിലെ ജലം പങ്കിടുന്നത് നിയന്ത്രിക്കുന്ന ഈ കരാർ അനുസരിച്ച് നദീതടത്തിൽ ഏകദേശം 80% ജലവും പാകിസ്ഥാനാണ് ലഭിക്കുന്നത്. ഇത് പാകിസ്ഥാന്റെ കൃഷി, ജലസേചനം, സമ്പദ് വ്യവസ്ഥ എന്നിവയ്ക്ക് വളരെ നിർണായകമാണ്. ജലമൊഴുക്കിൽ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും നദീവ്യവസ്ഥയെ ആശ്രയിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളെ ദോഷകരമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഈ തീരുമാനത്തെ എതിർക്കുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്ന സിന്ധു നദീതടത്തിലെ ജലവിനിയോഗം നിയന്ത്രിക്കുന്നത് ഈ കരാറാണ്. കരാർ പ്രകാരം കിഴക്കൻ നദികളിലെ ജലം ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളിലെ ജലം പാകിസ്ഥാനും ഉപയോഗിക്കാനുള്ള പൂർണ്ണ അവകാശവുമുണ്ട്. സിന്ധു നദീതടത്തെയാണ് പാകിസ്ഥാൻ തങ്ങളുടെ നിലനിൽപ്പിനായി പ്രധാനമായും ആശ്രയിക്കുന്നത്. പാകിസ്ഥാനിലെ 10ൽ 9 പേരും താമസിക്കുന്നത് ഈ നദീതടങ്ങളിലാണ്. രാജ്യത്തെ 90%-ലധികം കൃഷിയും ജലവൈദ്യുത പദ്ധതികളും പൂർണ്ണമായും ഈ നദികളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. നിലവിൽ അന്താരാഷ്ട്ര നാണയനിധിയുടെ സാമ്പത്തിക സഹായത്തോടെ മുന്നോട്ടു പോകുന്ന തകർന്നടിഞ്ഞ പാകിസ്ഥാന്റെ അവസാന ആശ്വാസമാണ് ഈ നദികൾ. അതുകൊണ്ട് തന്നെ ജലലഭ്യതയിൽ ഉണ്ടാകുന്ന നേരിയ കുറവ് പോലും പാകിസ്ഥാന് കനത്ത തിരിച്ചടിയായി മാറും. ഇനി ഇന്ത്യ വെള്ളം പൂർണ്ണമായും തടഞ്ഞില്ലെങ്കിൽ പോലും ഡാമുകളിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്ന സമയങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ പാകിസ്ഥാനെ കുഴപ്പത്തിലാക്കാൻ സാധിക്കും. പാകിസ്ഥാനിൽ പരമ്പരാഗതമായി കൃഷി ഇറക്കുന്ന സമയത്ത് ഡാമുകൾ തുറന്നുവിട്ട് ആ പാടങ്ങളൊക്കെയും വെള്ളത്തിനടിയിലാക്കാനും ജലസേചനം ആവശ്യമുള്ള സമയത്ത് വെള്ളം തടഞ്ഞു വെച്ചുകൊണ്ട് അവരുടെ കൃഷി നശിപ്പിക്കാനും ഇന്ത്യക്ക് കഴിയും. കാരണം നിയന്ത്രണം പൂർണ്ണമായും ഇന്ത്യയുടെ കൈകളിലാണ്.